ഹായ് ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരുള്ള JK ഫാംസിലാണ് ഉള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പശുക്കളെ കെട്ടിയിട്ടല്ല വളർത്തുന്നത്. പശുക്കളെ ഫുൾ ടൈം ഇവിടെ അഴിച്ചു വിട്ടേക്കോ. ഈ ഒരു ഷെഡിൽ പശുക്കളെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കോ. യഥാക്രമം പശുക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ ഒരു സെഷനിൽ, അതായത് ഇപ്പോൾ ജനിച്ച് വീണ കുട്ടികളെ ഒരു സെഷനിൽ, അതുപോലെ തന്നെ അടുത്ത സ്റ്റേജിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടികളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. അതിനുശേഷം കുത്തിവെക്കാറായതിനെ വേറൊരു സെഷനിലേക്ക് മാറ്റുന്നു. എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു ഷെഡ് നിർമ്മിച്ചേക്കുന്നത് നല്ല ഹൈറ്റിലാണ് നിർമ്മിച്ചേക്കുന്നത്. വളരെ നല്ല രീതിയിൽ വായുസഞ്ചാരം ഇതിനകത്തുണ്ട്. അങ്ങനെ JK ഡയറി ഫാംസിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഈ ജനിച്ച് കഴിയുമ്പോഴേ കുട്ടികളെ അങ്ങ് മാറ്റുക. കുട്ടികളെ മാറ്റിയതിന് ശേഷം ഈ ഒരു കേജിലേക്ക് കൊണ്ടുവരിക. അതിന് ആവശ്യമായ സ്റ്റാർട്ടറും കാഫ് സ്റ്റാർട്ടറൊക്കെ കൊടുത്ത് ഇവിടെയാണ് വളർത്തുന്നത്. ഈ കേജിൽ ആദ്യത്തെ കുറച്ച് ദിവസം, ഒരു 56 ദിവസം ഈ കേജിലായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. അതിനുശേഷം ഈ കേജിൽ നിന്ന് മാറ്റിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകും. അതിന് 24 മണിക്കൂറും വെള്ളവും എല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കുട്ടികളെ ഇവിടുന്ന് മാറ്റുന്നത്. 56 ദിവസം കുട്ടികൾ ആ ഒരു കേജിൽ വളരുന്നു. അവർക്ക് ആവശ്യമായ പാലൊക്കെ അവിടെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം കുട്ടികൾ ഈ ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവരുടെ തീറ്റക്രമങ്ങളൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരു 4 മാസം വീണ്ടും കുട്ടികൾ ഈ ഒരു സെഷനിലാണ് കിടക്കുന്നത്. അതിനുശേഷം കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് അടുത്ത സെഷനിലേക്ക് മാറ്റുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇവിടെ വരുമ്പോഴും അതിൻ്റെ തീറ്റക്രമങ്ങളൊക്കെ ചേഞ്ചായി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അടുത്ത ഒരു 4 മാസം സ്റ്റേജ് 2-ൽ കുട്ടികൾ വളരുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾ വളർന്നതിന് ശേഷം ഇതിനെ വീണ്ടും അടുത്ത സ്റ്റേജ് 3-ലേക്ക് മാറുക. കുട്ടികൾ ഇവിടെ വളരുന്നു. അതിനുശേഷമാണ് കുത്തിവെക്കാറാവുന്ന കുട്ടികളെ അടുത്ത സ്റ്റേജിലേക്ക് മാറ്റുക ചെയ്യുന്നത്. കുത്തിവെച്ചതിന് ശേഷം കുത്തിവെച്ച പശുക്കുട്ടികളായതല്ല, കുത്തിവെച്ച് നിൽക്കുന്ന പശുക്കുട്ടികളായതല്ല. അതിനുശേഷം ഇതിനെ വീണ്ടും അടുത്തൊരു സെഷനിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെ ഓരോ സെഷനായിട്ട് തിരിച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെന കൺഫേം ആവുന്ന പശുക്കുട്ടികളെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറൊരു സെഷനിലേക്ക് മാറ്റി ആവശ്യമായ പരിചരണങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെഡ് തന്നെയാണ്. ഈ ഒരു ഷെഡ് വളരെ വിസ്താരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് നിർമ്മിച്ചേക്കുന്നത്. ഇതിൻ്റെ 4 സൈഡും ഓപ്പണാണ്. 4 സൈഡും ഓപ്പൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ വായുസഞ്ചാരമുണ്ട്. ഈ ഫ്ലോറൊക്കെ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിടക്കുന്നത്. ഒരുപാട് ഫാനുകളും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ കറവ പശുക്കളാണ്. ഇതെല്ലാം നല്ല ഹൈ ഈൽഡ് HF പശുക്കളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജേഴ്സിയുണ്ട്. ഒരു പശുക്കളെയും ഇവിടെ കെട്ടിയിട്ടിട്ടില്ല. എല്ലാ പശുക്കളും ഇങ്ങനെ യഥേഷ്ടം നടക്കുകയാണ് ഇതിനകത്തൂടെ. ഇവിടെ ഇത്രയും പശുക്കളെ നോക്കാനായിട്ട് ആകെ 2 സ്റ്റാഫുകളാണുള്ളത്. പിന്നെ ഫാമിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് മറ്റാളുകളുണ്ട്. പക്ഷേ ഈ ഡയറി ഫാമിലേക്ക് 2 പേരാണുള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പെല്ലറ്റ് യൂസ് ചെയ്യുന്നില്ല പശുക്കൾക്ക്.
പശുക്കൾക്ക് കൊടുക്കുന്നത് സൈലേജാണ് കൊടുക്കുന്നത്. സൈലേജും അതേപോലെ തന്നെ പുല്ല് ഉണങ്ങിയത് എല്ലാം കട്ട് ചെയ്താണ് കൊടുക്കുന്നത്. ഷാഫ് കട്ടറിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത്. 24 മണിക്കൂറും പശുക്കളുടെ മുമ്പിൽ ആഹാരം ഉണ്ടാവും. അതാണൊരു പ്രത്യേകത. ഇവിടെ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു മെഷീൻ ഉപയോഗിച്ചാൽ ഈ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത്. ആളുകൾ ക്ലീൻ ചെയ്യുമല്ല. അന്നേരം ഈ ഒരു മെഷീൻ ഇങ്ങനെ വരുന്ന സമയത്തേക്ക് പശു അവിടുന്ന് ഇങ്ങനെ മാറിക്കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ചാണകം നീക്കം ചെയ്ത് നേരെ പോകുന്നത് ബയോഗ്യാസ് പ്ലാന്റിലേക്കാണ്. കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാണിത്. ഇതിനകത്ത് എപ്പോഴും വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൽ എപ്പോഴും വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും തീറ്റയും ഇതിന് ലഭ്യമാണ്. ഇവിടെ 3 സമയം പശുക്കളെ കറക്കുന്നത്. അപ്പം വൈകിട്ട് 7 മണിക്കുള്ള കറവയാണ്. ആ സമയത്ത് തന്നെ പശുക്കൾ 7 മണി ആയപ്പോഴത്തേക്ക് മിൽക്കിംഗ് പാർലറിലേക്ക് തന്നെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പശുക്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് എൻ്റെ ബാക്കിൽ കാണുന്നത് ഈ മിൽക്കിംഗ് പാർലർ. പശുക്കൾ അവിടേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പശുക്കൾ ഇതാണ് ഈ ഗേറ്റ് കടന്നാണ് വരുന്നത്. പശുക്കളിങ്ങനെ മിൽക്കിംഗ് പാർലറിലോട്ട് വന്ന് തനിയെ നിൽക്കുന്നൊരു കാഴ്ചയാണ്. പശുക്കൾ തന്നെ ഇങ്ങനെ വരുന്നു, തന്നെ മിൽക്കിംഗ് പാർലറിലോട്ട് വന്ന് നിൽക്കുന്നു. ഇപ്പോൾ 8 പശുക്കൾ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഗേറ്റ് ലോക്കാവും. भाई वो गाय का നമ്പർ ഇത് ഇവിടെ പശുക്കളുടെ നമ്പർ തെളിഞ്ഞേക്കുന്നത്. ഓരോ പശുക്കളുടെയും കഴുത്തിലുള്ള നമ്പറുകളാണ് ഇവിടെ ഈ ഡിസ്പ്ലേക്കകത്ത് തെളിഞ്ഞേക്കുന്നത്. അതിന് പശുക്കളുടെ അകിട് വൃത്തിയാക്കുക അവിടെ.
ഓരോ പശുക്കൾക്കും ഓരോ പേപ്പർ യൂസ് ചെയ്താണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ അതിൻ്റെ അകിടിലേക്ക് കറവയന്ത്രം പിടിപ്പിക്കുക ചെയ്യുന്നത്. ഏകദേശം 30 മിനിറ്റ് കൊണ്ട് ഈ പശുക്കളെല്ലാം കറന്നു കഴിയും. 16 പശുക്കളെ ഒരേ സമയം കറക്കാൻ കഴിയും. ഇനി അടുത്ത കറക്കാനായിട്ടുള്ള പശുക്കൾ ഇവിടെ വന്ന് ഈ ലോബിയിൽ വെയിറ്റ് ചെയ്യുക. കറന്നു കഴിഞ്ഞ പശുക്കൾ പോകുന്നത് വേറൊരു വഴി കൂടെ പോകുന്നത്. ആ പശുക്കൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ ഇവിടെ പുതിയ പശുക്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് കറക്റ്റായിട്ട് ലൈനായിട്ട് ഇതാ അവിടെ വന്ന് നിൽക്കുന്നു. പുറകെ പശുക്കൾ വന്ന് നിൽക്കുകയാണ്. നോക്കി പശുക്കൾ പോകുന്നത് കാണാൻ വളരെ ക്യൂ പാലിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്കും സ്ഥലമേ ഉള്ളൂ അവർക്ക് പോകാനായിട്ട്. ഓരോ പശുക്കൾ പോകുമ്പോഴും അവരാണെങ്കിൽ അവിടെ ഗേറ്റ് ലോക്കായിരിക്കും. ഓരോ പശുക്കളെ ഇങ്ങനെ സ്കാൻ ചെയ്താൽ പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം അവിടെ ഒരു ഷവർ ഉണ്ട്. ആ ഷവറിൽ പശുക്കളൊന്ന് നനഞ്ഞ് കുളിച്ചിട്ടാണ് പോകുന്നത്. കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം വൈകിട്ട് 7 മണി കഴിഞ്ഞു. പശുക്കൾ അവിടെ നിന്ന് കുളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടുന്ന് കറവ കഴിഞ്ഞ് വരുന്ന പശുക്കളാണ്. ഇതിങ്ങനെ ക്യൂ നിൽക്കുക. ഈ പശുക്കൾ വന്ന് ഇതാണ് ഇവിടെ ഒരു ഷവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പശുക്കളും ഇങ്ങനെ 1 ബൈ 1 കുളിച്ചിട്ടാണ് പോകുന്നത്. ഒരു പശു കുളിച്ചുകൊണ്ടിരിക്കുക, ബാക്കിയുള്ളവർ ക്യൂവിലാണ്. അതിനുശേഷം തനിയെ ഇത് ഷെഡിൽ പോയി വിശ്രമിക്കും.